Hi dears and welcome to a new video. CUET ഒരുപാട് ഡിസ്കഷൻ നടക്കുന്ന ഒരു എക്സാം ആണ് CUET. അപ്പോൾ മോസ്റ്റ് ഓഫ് യു മസ്റ്റ് ഹാവ് നോൺ CUET എന്ന് പറഞ്ഞാൽ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ്. അത് UG PG സെപ്പറേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ PGയുടെ കാര്യമാണ് പറയാൻ പോകുന്നത്. ഇന്ത്യ ഒട്ടാകെയുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റീസും ഒരുപാട് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസും അതുപോലെ ഓട്ടോണോമസ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടും അങ്ങനെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്സിന്റെ അണ്ടറിൽ സിംഗിൾ വിൻഡോ ആയിട്ട് PG അഡ്മിഷൻ നടക്കുന്ന ഒരു പ്രോസസ്സാണ് CUET എക്സാം. CUET എക്സാം എൻട്രൻസ് എക്സാം വഴി നിങ്ങൾക്ക് ഇന്ത്യയിലെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഒറ്റയടിക്ക് PGക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ എൻട്രൻസ് വഴിയാണ് അവിടെ അഡ്മിഷൻ നേടുക. അതുകൊണ്ട് തന്നെ ഈ എൻട്രൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ CUETയുടെ ഡീറ്റെയിൽസ് ആണ് കാണാൻ പോകുന്നത്. ഇപ്പോൾ അപ്ലിക്കേഷൻസ് കോൾ ഫോർ ചെയ്തിട്ടുണ്ട്. കുറേ പേരൊക്കെ അറിഞ്ഞു കാണും, അപ്ലിക്കേഷൻസ് ഒക്കെ അപ്ലൈ ചെയ്തവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അറിയാത്തവർക്കായിട്ട് ജസ്റ്റ് ഒന്ന് ഇൻഫർമേഷൻ പാസ് ചെയ്യാന്ന് കരുതി. സോ വെൽക്കം ടു ദിസ് വീഡിയോ. ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതുതായിട്ട് ചാനലൊക്കെ കാണുന്നവരൊക്കെ ഉണ്ടാവില്ലേ, അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ CUETയുടെ ഡീറ്റെയിൽസിലേക്ക് പോവാം. നമ്മളിപ്പോൾ CUETയുടെ വെബ്സൈറ്റിലാണ് നിൽക്കുന്നത്. വെബ്സൈറ്റ് അഡ്രസ്സ് CUET.nta.nic.in. അപ്പോൾ NTA ആണ്, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ആണ് കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് CUET എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് NTA സൈറ്റിലാണ് കയറേണ്ടത്, CUET.nta.nic.in. ഓക്കെ, അപ്പോൾ ഇവിടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കാണാം. ഇത് PGയുടെ ആണ്. ഓക്കെ, PG 2023 അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ടാണ് പറയുന്നത്. സോ ഹിയർ ഇൻവൈറ്റിംഗ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോർ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് നിങ്ങൾക്ക് കാണാം. രജിസ്ട്രേഷന് താഴെയും കാണാം. അപ്പോൾ ഇത് ജസ്റ്റ് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ആണ്. നമുക്ക് നോട്ടിഫിക്കേഷൻ ഒന്ന് കാണാം ആദ്യം. ഇപ്പോൾ നോട്ടിഫിക്കേഷൻ പ്രകാരം പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ് ഇൻ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്, പാർട്ടിസിപ്പേറ്റിംഗ് യൂണിവേഴ്സിറ്റീസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഓർഗനൈസേഷൻസ്, ഓട്ടോണോമസ് കോളേജസ്. അപ്പോൾ അറൌണ്ട് 40-50 അതിനും പ്ലസ് 50+ യൂണിവേഴ്സിറ്റീസ് അല്ലെങ്കിൽ കോളേജസിലേക്കുള്ള അഡ്മിഷനാണ് ഇവിടെ നടക്കുന്നത്. അപ്ലിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് March 20th ആണ്, 23/2023. ഓക്കെ, നല്ല ഡേറ്റ് അല്ലേ? ആൻഡ് അപ്ലിക്കേഷൻ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 19/4/2023, April 19th വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ആൻഡ് ഫീ പേയ്മെൻറ്റിന് വരുന്നത് 19/4/2023 ആണ്. 19/4. ഓക്കെ, 19/4/2023. കറക്ഷൻസിന് ടൈം തന്നിട്ടുള്ളത് 24/2023 to 23/4/2023. April 20th മുതൽ 23rd വരെ നിങ്ങൾക്ക് അപ്ലിക്കേഷനിൽ എഡിറ്റ് ഒക്കെ വരുത്താം, കറക്ഷൻസ് ഒക്കെ വരുത്താം. ബാക്കി കാര്യങ്ങളൊക്കെ ഡേറ്റ് ഓഫ് ദ എക്സാമിനേഷൻ ഒന്നും ഇപ്പോൾ വന്നിട്ടില്ല. ലേറ്റർ ഓൺ വി വിൽ അപ്ഡേറ്റ് ദാറ്റ്. എക്സാമിനേഷൻ ഡ്യൂറേഷൻ 120 minutes, അതായത് 2 മണിക്കൂറുള്ള ഒരു എക്സാം ആയിരിക്കും എൻട്രൻസ് എക്സാം. അത് ഓപ്ഷൻസ് വരുന്ന ടൈപ്പ് തന്നെ എക്സാം ആയിരിക്കും, ഡിസ്ക്രിപ്റ്റീവ് അല്ല, ഓൺലൈൻ എക്സാം ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് CUET 2023. ഇനി വെബ്സൈറ്റിൽ നമുക്ക് രജിസ്ട്രേഷൻ വെബ്സൈറ്റിലേക്ക് ഒന്ന് പോയി നോക്കാം. സോ ദിസ് ഇസ് ഇറ്റ്. രജിസ്റ്റർ ചെയ്യുന്ന വെബ്സൈറ്റ് ആണ് ഇവിടെ. നമ്മൾ റീഡയറക്ട് ചെയ്യപ്പെട്ടതാണ് CUET PG 2023. ന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുക, ബേസിക് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ട് പിന്നെ ഈ പേജിൽ വീണ്ടും വന്നിട്ട് ഈ ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്യുക. അപ്ലിക്കേഷൻ ഫോം ഒന്നും എൻ്റർ ചെയ്യാനില്ല, ഓൾറെഡി ഇറ്റ്സ് ഡെയർ. അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കൊടുത്തിട്ട് ഈ സെക്യൂരിറ്റി പിന്നും കൂടി അടിച്ചിട്ട് സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കി പ്രോസസ്സൊക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഇങ്ങനെയാണ്. നിങ്ങളുടെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഫോൺ നമ്പർ, ക്ലിയർ ആയിട്ടുള്ള ഒരു ഫോൺ നമ്പർ കൊടുക്കുക, നിങ്ങളുടെ ഫോൺ നമ്പർ അല്ലെങ്കിൽ പാരൻസിൻ്റെ ഫോൺ നമ്പർ. അതിലേക്ക് ഒരു SMS വഴി എല്ലാ ഡീറ്റെയിൽസും വരും. അതേപോലെ തന്നെ മെയിൽ ഐ ഡിയും ഇമ്പോർട്ടൻ്റ് ആണ്. മെയിൽ ഐ ഡി വാലിഡ് ആയിട്ടുള്ള ഒരു മെയിൽ ഐ ഡി കൊടുക്കുക. എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ ഈ മെയിലും ഈ ഫോൺ നമ്പറും വഴിയായിരിക്കും വരിക. അതുകൊണ്ട് അത് നിങ്ങൾ റെഗുലറായിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ജസ്റ്റ് ബേസിക് ഡേറ്റ്സും കാര്യങ്ങളും ഇത് വിളിച്ചിട്ടുണ്ടെന്നൊക്കെ അറിയിച്ചതേ ഉള്ളൂ. ഇനി മറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, നമ്മൾ മറ്റ് വീഡിയോ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. കീപ് വാച്ചിങ്, കീപ് സപ്പോർട്ടിങ്. താങ്ക് യു.